പ്രിയമുള്ളവരെ, പ്രപ്വൈസ് UG പ്ലസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. CUET PG എൻട്രൻസ് എക്സാമിനേഷൻ്റെ 3-ാം ദിവസമായ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരുള്ള മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മളുള്ളത്. എക്കണോമിക്സിലാണ് ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. പേരെന്തായിരുന്നു? ഏത് വിഷയത്തിൽ എക്സാം എഴുതിയിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു എക്കണോമിക്സ്? ടഫായിരുന്നു. ഓക്കെ. പേരെന്തായിരുന്നു? ഏത് വിഷയത്തിൽ എക്സാം എഴുതിയിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊരു ഈസി, മോഡറേറ്റ്, ഹാർഡ് എന്ന് പറയുമ്പോൾ ഏതാണ് കൊടുക്കുക? മീഡിയം. പാർട്ടി എ എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടി ആവറേജ്, മീഡിയം. ജസീൽ ഏത് സബ്ജക്റ്റിൽ എക്സാം എഴുതിയത്? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെ വെച്ചാൽ ഇപ്പോ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ എന്താ പറയാ, ചിലത് മനസ്സിലാവാത്തൊരു, അങ്ങനെ ഉള്ളിൽ നിർത്തൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ. അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരുന്നു. പാർട്ടി എ എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടി എ സിമ്പിൾ ഉണ്ട്, പിന്നെ അറിയണമുണ്ട്, അറിയാത്തൊക്കെ ഉണ്ട്. പെട്ടെന്ന് കിട്ടാത്തതുണ്ട്, ചിലപ്പോ ഒന്നും ചിന്തിച്ചാൽ കിട്ടണമുണ്ട്. ഇയാളുടെ പേരെന്തായിരുന്നു? ഷാഫി. എക്കണോമിക്സ് തന്നെയാണോ എക്സാം എഴുതിയത്? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ഏത് വിഷയത്തിൽ എക്സാം എഴുതിയത്? എക്കണോമിക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്കണോമിക്സ്? തിരക്കില്ലായിരുന്നു. ഒരു ഈസി, ഹാർഡ്, മോഡറേറ്റ് ലെവലിലേക്ക് എത്താം. ഹാർഡല്ല, എന്തായാലും ഈസിയുമല്ല. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ. അതിനുശേഷം പ്രിപ്പറേഷൻസ് കുറച്ച് കുറഞ്ഞു, അതുകൊണ്ടാണ് മോഡറേറ്റ് ആയതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇല്ല. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, മെയിനായിട്ടില്ല. 2 ദിവസമായിട്ട് നോക്കിയിട്ട്. പ്രപ്വൈസ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് അറിയാം? ഞങ്ങൾ പ്രപ്വൈസ് എന്നാണ്. ദെൻ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹം? ഡൽഹി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രപ്വൈസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്നലെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പ്രപ്വൈസ്? പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണോ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹം? പോണ്ടിച്ചേരി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ് ആഗ്രഹം? ഹൈദരാബാദ് ഓർ പോണ്ടിച്ചേരി ഓർ ഡൽഹി. അപ്പോൾ ഇന്നത്തെ ഒരു എക്സാം കഴിയുമ്പോൾ കിട്ടുമോ ഇല്ല, എന്താണ് ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാ? Can't tell, but hoping for the best. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ളത്? പോണ്ടിച്ചേരി. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു. വിദ്യാർത്ഥികളെയും ഇന്നത്തെ എക്കണോമിക്സ് പരീക്ഷ ധാരാളം വെള്ളം കുടിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാമിനേഷൻ പൊതുവെ മോഡറേറ്റിൽ നിന്ന് ഹാർഡിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്രിപ്പറേഷൻ ഉള്ള വിദ്യാർത്ഥിക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത്. പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാമിനേഷൻ വലിയ ടഫായിരുന്നു. സോ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിലാണ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ CUET PG എൻട്രൻസ് എക്സാമിനേഷന് മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.